അതെ, അരിന്ന് ഉള്ളി കഷ്ണത്തിന് കൃത്യമായ അളവ് വേണമെന്നില്ല കേട്ടോ. അരി അമ്മേ എന്നെ പാചകം ഒന്ന് പഠിപ്പിച്ചു തരുമോ? പിന്നെന്താ എന്നെ പാചകം പഠിപ്പിച്ചു തരുമോ? മോനെയും പഠിപ്പിച്ചു തരാം. അതിന് സുനി എന്തിനാ ഇപ്പൊ കരയുന്നേ? നിങ്ങളും ഇരിക്കും മക്കളെ. ഇല്ല, അച്ഛനും അമ്മയും കഴിച്ചിട്ട് മതി. അതെന്താ, നിങ്ങൾക്ക് വല്ലതും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നുണ്ടോ? അയ്യോ അതല്ല. എന്നാ ഇരിക്ക്. എല്ലാരും ഒരുമിച്ചിരുന്ന് ഉണ്ടെന്നായിരിക്കും. ഇല്ല, ഞങ്ങള് ഇരിക്കാനല്ലേ പറഞ്ഞേ? ആരായി കറികളൊക്കെ ഉണ്ടാക്കിയേ? തോരനുണ്ടാക്കിയത് ഞാനാ. അത്ര പോരാ. അവിയല് അമ്മ. അത് കഴിച്ചപ്പോ മനസ്സിലായി ഒരു പഴയ രുചി. പരിപ്പ് കറി ഉണ്ടാക്കിയത് ഹേമയാ. പരിപ്പ് കറി ഉണ്ടാക്കാൻ എന്താ എത്ര പ്രയാസം? മുളകും മഞ്ഞളും ഉപ്പ് ഇട്ട് പരിപ്പ് കഴിച്ചാ പോലെ. പപ്പടം കാച്ചത് ഞാനാ. ഓ, പപ്പടം കാച്ചത് നീയാ? പപ്പടം ഉണ്ടാക്കിയത് നീയല്ലോ. എന്താ മീനൊന്നും കിട്ടില്ല? മീൻകാരൻ പോകുന്ന കണ്ടല്ലോ. അപ്പൊ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞിട്ട്? അതാ പട്ടികർക്കനെ കളിപ്പിക്കാൻ പറഞ്ഞല്ലേ. ഇടയ്ക്ക് മീൻ വരച്ചൊക്കെ ആകാം, അതിനുള്ള വകുപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ. എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കണ്ട, മനുഷ്യന്റെ വായി വെച്ച് തിന്നാൻ കൊള്ളാന്ന് ഉണ്ടാക്കിയാൽ മതി. എന്താ ശ്രീദേവി? അല്ല, രണ്ടുപേർക്ക് ഓഫീസിലൊന്നും പോകണ്ടായോ? അത് നിങ്ങൾ പോയാൽ ഞങ്ങൾ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് സ്ഥലം വിടുന്ന് മേടിച്ചിട്ട് മറ്റുവാണോ? അയ്യോ അതല്ല, നാളെ സ്വാമിയേട്ടന്റെ വീട്ടിലൊരു വിരുന്നുണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി. സ്വാമിയേട്ടൻ എന്ന് വെച്ചാ പ്രസിഡന്റിന്റെയോ? കല്യാണം കഴിഞ്ഞാൽ ഒരു ചായ സൽക്കാരമെങ്കിലും ഇവര് നടത്തുമെന്ന് പ്രതീക്ഷിച്ചു, ഉണ്ടായില്ല. പിന്നെ അച്ഛനും അമ്മയും മരണന്റെ പേരിൽ ലീവ് എടുത്തപ്പോ വിചാരിച്ചു ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുമെന്ന്, അതും ഉണ്ടായില്ല. എന്നാ പിന്നെ സൽക്കാരം ഇവിടുന്ന് അങ്ങോട്ടാകാമെന്ന് കരുതി. ഒന്നുമില്ലെങ്കിലും ഇവരുടെ കല്യാണത്തിന് സാക്ഷി ഒപ്പിട്ടവരല്ലേ ഞങ്ങള്. ഓഹോ, അപ്പൊ നിങ്ങളാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചതല്ലേ പ്രസിഡന്റ്? ഞങ്ങളൊന്നും ഒരു വാക്ക് പോലും ചോദിക്കാതെ. അതെങ്ങനെ സാറേ? സാറിനെ ഒരു ഭയങ്കര ദുഷ്ടനായിട്ടല്ലേ അവർ അവതരിപ്പിച്ചത്. സാറിനെ കാണാൻ കാട്ടുപോത്തിനെ പോലെയാണ്, പ്രേമം എന്ന വാക്ക് കേട്ടാൽ അടിച്ചു പല്ലിളക്കും. നേരിട്ട് കണ്ടപ്പോഴല്ലേ മനസ്സിലായത്, സ്വഭാവം പോലെ തന്നെ സാറിന്റെ രൂപവും ഒരു കൊച്ചാട്ടിൻകുട്ടിയുടെ. മതി മതി, സർക്കസുകാരനെ അഭ്യാസം പഠിപ്പിക്കല്ലേ. അത് ശരി, അത് സുനിൽ പറഞ്ഞില്ലല്ലോ. ഏത്? സാർ സർക്കസിലുണ്ടായിരുന്ന കാര്യം. നാട്ടിൻപുറത്തെ വീട് വിട്ട് കോളനിയിൽ താമസിക്കുമ്പോ വിഷമം തോന്നുന്നുണ്ടാവും, പ്രത്യേകിച്ച് അമ്മയ്ക്ക്. അങ്ങനൊന്നുമില്ല. ആണുങ്ങൾക്ക് പിന്നെ എവിടെയായാലും വിരോധമൊന്നുമില്ല. ആണുങ്ങൾക്കും വിഷമമൊക്കെ ഉണ്ട്. പിന്നെ ഇവര് വന്നിങ്ങനെ നിർബന്ധിക്കുമ്പോ എന്ത് ചെയ്യാനാ? അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. തങ്കമണിയുടെ അമ്മാവന്റെ ഭാര്യയുടെ ഒരു അകന്ന ബന്ധു ഒറ്റപ്പാലത്തുണ്ട്, ഒരു പുരുഷോത്തമൻ നായര്. ചെറിയ നാട്ടുപ്രമാണിയൊക്കെ അറിയായിരിക്കും. ഒറ്റപ്പാലത്തായിട്ട് അറിയില്ലേ? ശംഭു ഇല്ലേ അച്ഛാ? അവന്റെ അമ്മാവനാ. ഏത് ശംഭു? പാടത്തിന്റെ അക്കരെയുള്ള ആ ശംഭു. ഓ, പാടത്തിന്റെ അക്കരെയുള്ള ശംഭു, അതറിയാം. ഞാൻ പറഞ്ഞില്ലേ, അറിയാതിരിക്കാൻ വഴിയില്ല. മൂപ്പര് വലിയ അരിക്കച്ചവടക്കാരനാ. അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെയല്ലേ പറഞ്ഞത്? എന്തോ ഗവൺമെന്റ് ആവശ്യത്തിനാ. മൂപ്പരുടെ അമ്മാവന്റെ വകയിലൊരു അളിയൻ. അതെ, നമുക്ക് ഭക്ഷണം വെച്ചിട്ട് എവിടേക്ക് നീങ്ങിയാലോ? അതാ നല്ലത്. ഈ കോളനിയുള്ളവരോട് ഞങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് മുഴുവൻ എനിക്കറിയണം. ഇല്ലെങ്കിൽ ഓരോ പുരുഷത്വന്റെയും അരിക്കച്ചവടത്തിന്റെയും കാര്യം പറയുമ്പോൾ മിടിച്ചു നിൽക്കേണ്ടി വരും. പറയോ? പോയി ആഹാരം കഴിക്കും. ശരി. അയ്യല് കിടക്ക. ഒറ്റ മിനിറ്റ് ലൈൻ ചെയ്യാം. ഒരു മിനിറ്റ്. ലേറ്റ് ആയി ഹേമേ, ഇന്നലെ അയൺ ചെയ്ത് വെക്കായിരുന്നില്ലേ? ഇന്ന് ഓഫീസിൽ പോണില്ലെന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ടല്ലേ? എന്താ? ഒന്നുമില്ലമ്മേ, സുനിയുടെ ഷർട്ട് ഒന്ന് അയൺ ചെയ്യണം. അത് പിന്നെ അയല് കിടക്കണ കണ്ടപ്പോ ഞാനെടുത്ത് ഇസ്തിരി ഇട്ട് വെച്ചു. അയ്യോ, അമ്മ എന്തിനാ ഇതൊക്കെ ചെയ്തേ? ഞങ്ങൾ ചെയ്യായിരുന്നില്ലേ? ആഴ്ചയിൽ ഒരിക്കലാ പതിവ്. ഞാൻ ചെയ്തോണ്ട് ഷർട്ടിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഓ, ഒരു കാര്യം ചെയ്യ, ഇസ്തിരി ഇടാനുള്ളത് പുറത്തെടുത്ത് വെക്ക്. വേണ്ടമ്മേ, നിങ്ങൾ ഓഫീസിൽ പോയാ ഇവിടെ ഞങ്ങൾക്ക് എന്തെങ്കിലും ജോലി വേണമല്ലോ. ഊണ് കഴിക്കാൻ ഉച്ചയ്ക്ക് വരുമോ നിങ്ങള്? ഇല്ല, ഞങ്ങൾ അവിടെ ക്യാൻറ്റീനിൽ നിന്നാ. അയ്യോ, എന്റെ ബാഗ് എടുത്തില്ല. ഒരു മിനിറ്റ്. കൊള്ളാം. മോളെ അവിടെ നിന്നേ, ഇങ്ങ് വന്നേ. കല്യാണം കഴിഞ്ഞ കുട്ടികള് നെറുകയിൽ ഇത്തിരി കുങ്കുമം തൊടണം. അതാ ഐശ്വര്യം. എനിക്കിതൊന്നും അറിയില്ലല്ലോ അമ്മേ. പരിഷ്കാരത്തിന് യോജിച്ചില്ലെങ്കിലും വേണ്ടില്ല, അത്രയൊക്കെ പരിഷ്കാരം മതി എന്റെ മോൾക്ക്. എന്തൊരു പൊടിയാ ഇവിടെ. കുട്ടികൾക്ക് ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൂടെ? രണ്ടാളും ഓഫീസിൽ പോയാൽ അവർക്ക് ഇവിടെ ഇതിനൊക്കെ സമയം. ഇനി നമ്മൾ വേണം അവരുടെ എല്ലാ കാര്യത്തിനും ഒരടുക്കും ചിട്ട ഉണ്ടാക്കിയെടുക്കാൻ.
രണ്ടാളും ഇപ്പൊ എന്ത് സന്തോഷത്തിലാണെന്നറിയാമോ? ഇന്ന് രാവിലെ ഓഫീസിൽ പോവാൻ നേരം മോളുടെ നെറുകയിൽ ഇത്തിരി കുങ്കുമം തൊട്ടു ഞാൻ. സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്നറിയില്ല. ആ കണ്ണൊക്കെ നിറഞ്ഞ് എന്നെ ഒരു കെട്ടിപ്പിടുത്തം. എന്തോ ഞാൻ ആകെ വല്ലാതായി. പിന്നെ അവരുടെ ആ തമാശയും കൊച്ചു കൊച്ചു പിണക്കവും. കുട്ടികൾക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മളെ കൊണ്ടാവുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കണം. അപ്പൊ ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ കഴിയാൻ തീരുമാനിച്ചോ? ഞാൻ എന്തായാലും ഇനി ആ വൃത്തസാധനത്തിലേക്കില്ല. ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടിയതുപോലെ. എന്താ മേന്ന് പോണമെന്നുണ്ടോ? അധികം മോഹവും പ്രതീക്ഷയും വെച്ച് പുലർത്തണോ? അതെന്താ? ഇനി ഇവിടുന്നും എന്നാണ് ഇറങ്ങേണ്ടി വരിക എന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഇവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാ. ആ, തൽക്കാലം നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. സാർ, അച്ഛൻ വന്നിട്ടുണ്ട്. കാണുന്നു. ഫാദറോ? അതെ. വരാൻ പറ. ഓ, ഫാദർ എന്താണോ ഒരു ഫോൺ പോലും ചെയ്ത പെട്ടെന്ന്? സുഖായിരിക്കട്ടെ. എപ്പോഴും അയ്യോ, അച്ഛനെന്താ ഇതൊക്കെ ആയിട്ട്? എന്താ ഇതുകൊണ്ടൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? അതല്ല, എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടി? എന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ? ഇനിയിപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടാനങ്ങ് തീരുമാനിച്ചു. പക്ഷേ സ്റ്റെപ്പ് കയറുന്നതാണ് ബുദ്ധിമുട്ട്. അതിന് ഇവിടെ വരാൻ സ്റ്റെപ്പ് കയറേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെയല്ല, മോടെ ആഫീസിന്റെ അവിടെ. ആരുടെ? അല്ല, നിന്റെ ഭാര്യയുടെ. ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചിട്ട് അവളിങ്ങനെ ക്ഷീണിച്ചു വരുന്നേ. കൂടെ ഇരുന്ന് കഴിപ്പിക്കാം മുഴുവനും. അടാ, നിന്റെ കാര്യം എങ്ങനെയാ? ഞാൻ കൂടെ വന്ന് കഴിപ്പിക്കണോ? വേണ്ട അച്ഛാ, ഞാൻ കഴിച്ചോളാം. രാവിലെ 2 കുഞ്ഞ് ഡൽഹിയിൽ നിന്ന് ഇറങ്ങിയല്ലേ? വെറുതെ വേഷം കിട്ടി ഇറങ്ങിയാ പോരാ. മോർലിംഗ് എന്ന് പറഞ്ഞാൽ കൊഞ്ചിക്കൊള്ളില്ലെന്ന വിചാരം. ചുമ്മാ കറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. മോഹലാണെന്ന് മോഹം വെച്ച് ഇറങ്ങാ പോരാ. ടാലൻസ് വേണം, ടാലൻസ്. യു അണ്ടർസ്റ്റാൻഡ്? അതല്ലെങ്കിൽ വേറെ വല്ല പണിക്ക് പോണം. എന്നെ മെനക്കെടുത്താൻ ഇങ്ങോട്ട് വരരുത്. ഗുഡ് ഫോർ നത്തിങ്, ഇഡിയറ്റ്, ഫൂൾസ്. കണ്ടുപോയതിനും കുന്നേ. വയ്ക്കോ. എന്താ പ്രശ്നം? നിങ്ങളാരാ? ഞാനാരാണെന്നുള്ള അവിടെ ഇരിക്കട്ടെ. കുട്ടികൾ എന്തിനാ കരയുന്നേ? ഇത് എന്റെ ഓഫീസാ. ഇവിടെ കുട്ടികൾ കരയും ചിരിക്കും. നിങ്ങൾ ആരാ ചോദിക്കാൻ? അങ്ങനെ തോന്നിയൊക്കെ കാണിക്കാനുള്ളതല്ലല്ലോ ഒരു ഓഫീസ്. എന്താ മക്കളെ പ്രശ്നം? എന്താണെങ്കിലും പറഞ്ഞു, ഞാൻ സമാനം ഉണ്ടാക്കി തരാം. മിസ്റ്റർ, നിങ്ങൾ എന്റെ ഓഫീസിൽ കയറി അനാവശ്യമായി ഇടപെടരുത്. ഇടപെടണമെന്ന് തറപ്പിച്ച് പറയണ്ട. ആവശ്യം അനാവശ്യമൊക്കെ ഇപ്പൊ അറിയാലോ. എന്തിനാ മക്കളെ കരഞ്ഞത്? യു ഗ്രൗഡ്സ്. മിണ്ടരുത്. ചയ്യും കൂട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്തോ ആകാന്ന വിചാരം. എന്താ സാർ പ്രശ്നം? ഇയാൾ ഈ പിള്ളേരായിട്ട് കരയിക്കാണ്. നീ എടോ ഒരു കരയോ ചിരിക്കോ ചേട്ടെ? അത് ധരിക്കെന്താടോ? സൂക്ഷിച്ച് സംസാരം കേട്ടോ. ഞാൻ പറഞ്ഞു വന്നേ. സോറി സാർ, എന്റെ അച്ഛനാ. ഓ, എടോ തന്റെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുന്നു. എന്ത് പറഞ്ഞു മനസ്സിലാക്കണം? വരാനല്ല പറഞ്ഞു. പ്ലീസ് വാ. സോറി സാർ, സോറി. അച്ഛൻ എന്തിനാ വെറുതെ? ആ കുട്ടികൾ നിന്ന് കരയുന്ന കണ്ടപ്പോ സോറി. സാരമില്ല. അച്ഛാ, ഇനി ഇങ്ങനെ സോറി പറയാൻ ഇടയാക്കരുത്. അല്ലാതെ പോരാ. ശ്രീദേവി, ശ്രീദേവി, ഇവൻ ആ പ്രസാദിന്റെ ഭാര്യയുടെ അനിയനല്ലേ? അതെ. എവിടേക്കാ? ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എന്തിനാ വേണ്ടാത്തിനൊക്കെ നടക്കുന്നേ? ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെട്ടിട്ട്. ഇന്നാളത്തെ പോലെ വന്നേ. ച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീനായകം രാമചന്ദ്രം ഭജം. പിള്ളേരെ ഇതുവരെ കണ്ടില്ലല്ലോ. സമയം 9 കഴിഞ്ഞു. എവിടെങ്കിലും പോകുമെന്ന് പറഞ്ഞിരുന്നോ? ഇത്രയും വയ്യാറില്ലല്ലോ. 5 മണിയാകുമ്പോ ഓഫീസ് കഴിയല്ലേ? ഇനി വല്ല ഓവർടൈം മറ്റോ ഉണ്ടാകുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ വിവരം വിളിച്ച് പറയാൻ പാടില്ലേ? ഗോപിക, എന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കണേ? ശ്രീധരം മാധവം ഗോപികാവല്ലഭം സത്യഭാമാധവം
പറയാ